ഷീല സണ്ണി വ്യാജ ലഹരി കേസിൽ മുഖ്യപ്രതി ലിവിയ ജോസിന്റെ കുറ്റസമ്മത മൊഴി വെളിപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ വി.കെ. രാജു. ഷീലയുടെ ബാഗിൽ നിക്ഷേപിച്ചത് ഒറിജിനൽ ലഹരി മരുന്നെന്ന് ലിവിയ. ഒന്നാം പ്രതി നാരായണദാസുമായി ചേർന്നാണ് ഗൂഢാലോചനയും കുറ്റകൃത്യവും നടത്തിയതെന്നും പ്രതി സമ്മതിച്ചു. ഷീലയുടെ ബാഗിൽ മയക്കുമരുന്ന് നിക്ഷേപിച്ചത് 2023 ഫെബ്രുവരി 26 രാത്രിയിൽ. കേസിൽ മറ്റു ബന്ധുക്കളും പ്രതിയാകാൻ സാധ്യതയെന്നും വി.കെ. രാജു ന്യൂസ് മലയാളത്തോട്. ഇവർ ലിവിയും നാരായണദാസുമാണ് ഇതിലെ മുഖ്യ പ്രതികൾ. ഇവർ തന്നെയാണ്. ലിവിയുടെ ആവശ്യപ്രകാരമാണ് സുഹൃത്ത് ആയിട്ടുള്ള നാരായണദാസ് ഇതിൽ പങ്കാളിയായി വരുന്നത്. അങ്ങനെ കേസിൽ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ കൃത്യം ചെയ്തത്. ഒറിജിനൽ സാധനം തന്നെയാണ് അവർ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു മിസ്റ്റേക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. ലെവിൻ, കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ലിവിയയുടെ കുറ്റസമ്മത മൊഴിയിലെ അടക്കം വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ ലെവിൻ? ലക്ഷ്മി, ഈ കേസ് നടക്കുമ്പോൾ 2023 ഫെബ്രുവരിയിൽ ലിവിയയുടെ പ്രായം 21 വയസ്സ് മാത്രമാണ്. 21 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് 58 വയസ്സുകാരനായിട്ടുള്ള നാരായണദാസുമായി ഒരു സൗഹൃദമുണ്ടായിരുന്നു. ഈ സൗഹൃദത്തെ ചുറ്റപ്പറ്റി ഷീല സണ്ണി അടക്കമുള്ള ആളുകൾ അപവാദ പ്രചരണം നടത്തി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഭവമായി മാറുന്നത്. കുടുംബ പ്രശ്നങ്ങൾ അടക്കം ഈ വിഷയത്തിൽ ചർച്ചയല്ലാതാകുന്നു. വ്യക്തിപരമായി തനിക്ക് നേരിട്ട അപമാനത്തെ തുടർന്നാണ് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഈ പെൺകുട്ടി അന്ന് തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും കുറ്റസമ്മത മൊഴിയായി പോലീസിനോട്, ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസിൽ ഇതുവരെ സംശയിക്കപ്പെട്ടിരുന്നത് ഷീലയുടെ ബാഗിൽ വ്യാജ ലഹരി മരുന്നായിരുന്നു ഈ പ്രതികളായിട്ടുള്ള ആളുകൾ ചേർന്ന് നിക്ഷേപിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അത് മാറ്റമുണ്ടാകുന്നു. ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഈ ബാഗിലുണ്ടായിരുന്ന വസ്തുക്കൾ LSD സ്റ്റാമ്പുകളല്ല എന്ന് വ്യക്തമായെങ്കിലും പക്ഷേ പ്രതികളെ രണ്ടുപേരെയും ചോദ്യം ചെയ്തതും ഇപ്പോൾ മുഖ്യപ്രതിയും കേസിലെ ആസൂത്രകയുമായിട്ടുള്ള ലിവിയ ജോസിനെ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം പ്രതികൾ ചേർന്ന് ഷീലയുടെ ബാഗിലും സ്കൂട്ടറിലുമായി നിക്ഷേപിച്ചത് ഒറിജിനൽ ലഹരി മരുന്നുകളാണ്, MSD LSD സ്റ്റാമ്പുകൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പ്രതികൾ തന്നെ സമ്മതിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നടക്കം ഇത് പർച്ചേസ് ചെയ്തതായും ഇവർ പറയുന്നു. അത്തരത്തിൽ നിർണായകമായ വിവരമാണ്. അക്കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഈ കേസിൽ ആരോപണ വിധേയനായിരുന്നു. ഈ കേസ് ആദ്യം അന്വേഷിച്ച ഈ കേസിൽ ഷീലയെ അറസ്റ്റ് ചെയ്ത ചാലക്കുടി എക്സൈസ് CI ആയിട്ടുള്ള K. സതീശൻ്റെ അടക്കമുള്ള പങ്കുകളും ഈ കേസിലേക്ക് ആരോപണ വിധേയമായി വന്നിരുന്നു. പക്ഷേ ഈ പ്രതിയുടെ നിലവിലെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒറിജിനൽ ലഹരി മരുന്നുകളാണ് ബാഗിൽ നിക്ഷേപിച്ചത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ കേസ് വീണ്ടും കുഴഞ്ഞുമറിയുന്നു. പ്രധാനമായും ഈ 4.5 മണിക്കൂറോളം എടുത്ത ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റസമ്മതം നടത്തുകയും തനിക്ക് തെറ്റിപ്പറ്റിപ്പോയ കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നും പറയുകയും ചെയ്തു. പക്ഷേ പൂർണ്ണമായും വിശ്വാസയോഗ്യമായിട്ടല്ല, അല്ലെങ്കിൽ പൂർണ്ണമായും പ്രതിയുടെ മൊഴികൾ വിശ്വസിക്കുന്നില്ല അന്വേഷണ സംഘമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നാരായണദാസ് മുഖ്യപ്രതിയായ ഒന്നാം പ്രതിയായിട്ടുള്ള നാരായണദാസിനെയും ലിവിയ ജോസിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടുകൂടി കേസിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റ് കുടുംബത്തിലുള്ള ആളുകൾക്കും പങ്കുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവരും ഈ കേസിൽ പ്രതിയാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പ്രധാനമായും ഷീല സണ്ണി ഈ ലിവിയ ജോസിനെതിരെ പരത്തി എന്ന് പറയുന്ന നിരത്തിലുള്ള അപവാദ പ്രചരണമാണ് ഈ 21 വയസ്സുകാരിയായിരുന്ന ഈ പെൺകുട്ടിക്ക് ഈ കേസിൽ ഗൂഢാലോചനയും കുറ്റകൃത്യവും നടക്കാനുള്ള പ്രേരണയായി മാറിയത് എന്നുള്ളതാണ് മൊഴി നൽകിയത്. മൊഴിയെടുക്കുമ്പോഴൊക്കെ പലതവണയായി കരഞ്ഞും സങ്കടപ്പെട്ടുമാണ് ഈ പെൺകുട്ടി തൻ്റെ ആ ഒരു ചെയ്തിയെക്കുറിച്ച് വിവരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാരായണദാസ് നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. അയാളെ കൂടി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നേരത്തെ മറ്റൊരു കാര്യം, ആഫ്രിക്കക്കാരനായ ഒരു വ്യക്തി ഇവർക്ക് വ്യാജ ലഹരി മരുന്ന് നൽകി എന്നുള്ളതായിരുന്നു ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. അതല്ല ഈ കേസിൽ ഉണ്ടായിരിക്കുന്നതെന്നും തെളിയിക്കുന്നുണ്ട് ഇതുവരെ നടത്തിയ പോലീസ് അന്വേഷണത്തിൽ. ഏതായാലും ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ തന്നെ മുംബൈയിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയുടെ മെഡിക്കൽ പരിശോധനകളടക്കം പൂർത്തീകരിച്ചു. അതിനുശേഷം
ഇന്ന് ചാലക്കുടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഈ കേസിൽ ലിവിയയുടെ സഹോദരിയായ ലിൽജയെ കൂടി അല്പസമയങ്ങൾക്ക് മുൻപ് പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ ഇവരെ ഈ ഘട്ടത്തിൽ ഈ കസ്റ്റഡി എടുക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. ലിൽജ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇന്നലെ മുംബൈ എയർപോർട്ടിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കേരളത്തിൽ നിന്ന് പോയ SIT ടീം അംഗങ്ങളിൽ പ്രധാനപ്പെട്ടവർ ഇവരായിരുന്നു. തൃശൂർ റേഞ്ച് DIGയുടെ ഹരിശങ്കറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. VK രാജു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. കൊരട്ടി മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ ശ്രീ അമിത് രംഗൻ, വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ എബിൻ, കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സജീവ് വർഗീസ്, ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ജിനി, കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂം CPO മിഥുൻ R കൃഷ്ണ, സബ് ഇൻസ്പെക്ടർ ലാൽസൺ, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI ജലീൽ, റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് CIമാരായ പ്രദീപ്, സതീശൻ, നിശാന്ത്, ASI ബിനു തുടങ്ങിയവരാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ മാസങ്ങൾക്കുള്ളിലാണ് ഈ അന്വേഷണ സംഘം കുറ്റകൃത്യം തെളിയിച്ചത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസും ക്രൈംബ്രാഞ്ചും ഒക്കെ നേരത്തെ അന്വേഷിച്ച ഒരു കേസിൽ തുമ്പുണ്ടാക്കുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ SIT ടീം അന്വേഷണം ഏറ്റെടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടിയിലാകാനും ഈ കേസിലെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും പ്രതികളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ലിവിയ ജോസിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികളുമായി വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇനിയും ഈ കേസിലെ വസ്തുതകൾ പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് SIT ടീം അന്വേഷണ സംഘം നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ലക്ഷ്മി.